ഇപ്പോഴീ എച്ച്.ഒ.ഡി ഇങ്ങനെ സംസാരിച്ചല്ലോ, അതായത് പട്ടിയെ പോലെയാണ്, നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലെല്ലാം എല്ലാ രീതിക്കും അവനോട് ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനോടും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അത് പോയതിൻ്റെ അന്ന് തൊട്ടേ പറയണുണ്ടായിരുന്നു. റാം സാറ് ഇവിടെ പഠിക്കുന്നത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ, അയാൾ കൊന്നിട്ടേ പോവുള്ളൂ. അത് ആദ്യമേ പറഞ്ഞു. എന്താണ് വിളിച്ചാക്ഷേപിച്ചുകൊണ്ടിരുന്നത്? എന്താണ് പറയാൻ പറ്റുന്ന കാര്യമാണോ? ആക്ഷേപിച്ച പുഴുത്ത പട്ടി, പേപ്പട്ടി, കറുപ്പിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നിനക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞൂടേടാ, നീ എവിടെ പഠിച്ചത്? നീ ഇത് ഓരോ സ്റ്റുഡൻസിൻ്റെ കയ്യിലും ആ പേപ്പർ മാറി, അതായത് ഇവ എഴുതിയ പേപ്പർ മാറി മാറി കൊടുത്തിട്ടാണ് കിടന്ന് ക്ലാസ്സിൽ മൊത്തം ചിരിക്കാത്ത പിള്ളേർ ഇയാൾ അടിക്കും. അങ്ങനെ അയാൾ അവിടെ കിടന്ന് പിള്ളേർ ചിരിക്കണം. ജാതിയുടെ പേരിൽ അപമാനിക്കപ്പെട്ട് മരണപ്പെട്ട നിതിൻ്റെ കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുമ്പ് ഒരുപാട് തവണ റാഗിങ്ങിൻ്റെ പേരിലും അല്ലെങ്കിൽ സ്കൂളിലും കോളേജിലും ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മാനസിക സമ്മർദ്ദം മൂലമൊക്കെ ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അല്ലാതെ അവർ തന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഒത്തിരി കേസുകളുണ്ട്. എൻ്റെ വൈരാഗ്യം ഈ കോളേജ് പിള്ളേരോടെയാണ് കാണിക്കണം. പക്ഷേ ഈ പഠിക്കുന്ന പിള്ളേരെ അയാൾക്ക് ഇഷ്ടമില്ല. അയാൾക്ക് എല്ലാം ഈ കഞ്ചാവും മയക്കുമരുന്നും അങ്ങനെയൊക്കെ ഉള്ള ആ പിള്ളേരോടെയാണ് ഇയാൾക്ക് ഇഷ്ടം. അങ്ങനെയുള്ള കുട്ടികളല്ല ഇപ്പോൾ ഈ പുതിയ കുറേ കുട്ടികൾ. അപ്പോൾ അത് ഇയാൾ ഈ പിള്ളേരെ വെച്ച് മുതലെടുത്ത് പല കാര്യങ്ങളും വന്ന് പറഞ്ഞിട്ടമ്മ, ഞാൻ പറഞ്ഞു പൊന്നു മോനെ, അയാളെ മുഖത്തോ ഒന്നും നോക്കില്ല. അയാൾ 1-2 കേസ് ആരെയൊക്കെ കൊന്നെന്നൊക്കെ പറഞ്ഞത് കോളേജിൽ പാട്ട് കാണും. ഞാൻ പറഞ്ഞു അങ്ങനെ അടുത്ത് പോവേ, അയാൾ പറഞ്ഞ വരവിലോ കാറൊക്കെ പറഞ്ഞ മക്കൾ ഓടി മാറിക്കളയണേ മക്കളെ. അങ്ങനെ 2 ആഴ്ചക്ക് മുമ്പ്. പക്ഷെ അത് ഇതുവരെയും അതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാ. ഈ കേസ് തന്നെ നോക്കിയ ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിലൊക്കെ ആ കുട്ടിയെ അപമാനിച്ച് അവന്റെ പഠിത്തത്തെ നിർത്തി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അച്ഛനും അമ്മയും അവനെ പഠിക്കാൻ വിട്ടത്, എന്തുമാത്രം സ്വപ്നം കണ്ടിട്ടായിരിക്കും വിട്ടത്. നമ്മുടെ സമൂഹം എന്താണ് ഇങ്ങനെയെന്നുള്ളതാ ഇപ്പോഴും ഉണ്ട്. ഈ കാലത്തുണ്ട് നിറത്തിന്റെ പേരിലും കറുത്തവരെ കാണുമ്പോൾ ഒരു പുച്ഛവും, അവരെന്തോ കുറച്ച് നികൃഷ്ട ജീവികളാണെന്നുള്ള രീതിയിൽ നോക്കുന്നവരും ആ രീതിയിൽ സംസാരിക്കുന്നവരും അവരെ മാറ്റി നിർത്തുന്നവരും ഒരുപാട് പേരുണ്ട്. ഇത്തരം കോളേജുകളും ഇത്തരം പുറത്തു വരാത്ത കുറെ കേസുകളും എല്ലാം ഉണ്ട്. ഈ നിതിന്റെ കാര്യം പോലെ തന്നെ ഒരുപാട് കേസുകളുണ്ട്. ഏത് ക്ലാസ്സിലുള്ള വേറൊരു കൊച്ചുണ്ടായിരുന്നു, ഷയാന എന്ന് പറയുന്നത്. ആ കൊച്ചിനെതിരെയും ഇതുപോലെ സെയിം, അതായത് വേറെ എന്തോ മുസ്ലിമാണ് ആ കൊച്ച്, അതിൻ്റെ ഇതിൽ ഒരിത് വന്നായിരുന്നു. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ സംസാരിക്കുമ്പം ഏറ്റവും അവസാന കോൾ എന്താ? ഈ പറയുന്ന ഈ കുറ്റം ചെയ്തു എന്ന് പറയുന്ന എച്ച്.ഒ.ഡി അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ദയവ് ചെയ്ത് നിങ്ങൾ പോലീസുകാരത് തെളിയിച്ച് അയാൾക്ക് വേണ്ടുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. മാത്രമല്ല ഇനിയെങ്കിലും ഇത്തരം കേസുകൾ, ഇത്തരം കാര്യങ്ങൾ നാട്ടിൽ സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യുക. കാരണം ഒരുപാട് കുട്ടികൾ ഇതുപോലെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ വീട്ടുകാരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചേക്കേ. നമ്മൾ കാണുന്നവർക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് മറന്നുപോകും ആ ഒരു ന്യൂസ്, അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ. പക്ഷെ ആ വീട്ടുകാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ സ്വപ്നമായിരുന്നു ഒരു ഡോക്ടറിന് പഠിക്കാൻ വിടുക എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് എന്തുമാത്രം ചെലവ് അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും, എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും, എന്തുമാത്രം സ്വപ്നം കണ്ടിട്ടായിരിക്കും അവരവനെ പഠിക്കാൻ വിട്ടിട്ടുള്ളത്. അവിടെ മെഡിക്കലിന് പഠിക്കുന്നത് ഒന്നും നടക്കൂല. ചാനലുകാരെ ഒന്നും കൊണ്ടുവരാൻ പറ്റൂല. 3 ദിവസം അവരെ റിമാൻഡ് ചെയ്ത് അകത്തിട്ടാലും അവന്മാർ ഇറങ്ങിപ്പോവും പണത്തിന്റെ കുത്തൊഴുക്കില്. അങ്ങനെയാണ് അവരുടെ. ഇതൊരു കോളേജിന്റെ മുഴുവൻ അനാസ്ഥയാണ്. ആ പറഞ്ഞ സാറ് മാത്രമല്ല ബാക്കിയുള്ളവർ, അവർ പരാതി ഓൾറെഡി പ്രിൻസിപ്പളിന് കൊടുത്തു എന്ന് പറഞ്ഞു പല തവണയായിട്ട്. പക്ഷെ അതിനൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. കോളേജിന്റെ മുഴുവൻ അനാസ്ഥയാണ്. അപ്പൊ ഇതിന് തക്കതായ നടപടി എന്തായാലും ഉണ്ടായിരിക്കണം. നമുക്കൊക്കെ ഇതുപോലെ രോഷം കൊണ്ട് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. നമുക്ക് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ എന്താ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിയമത്തിന്റെ പിടിപാടുള്ളവർ ഒരുപാട് പേരുണ്ടല്ലോ. പോലീസായാലും മറ്റുള്ള രാഷ്ട്രീയക്കാരാണെങ്കിലും അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്ത് ചെയ്തിട്ടായാലും ഇത്തരം കേസുകൾ ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുക. ഈ ജാതിയുടെയൊക്കെ പേരിൽ പുഴുത്ത പട്ടി എന്നൊക്കെ ഒരു കുട്ടിയെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അതും മറ്റുള്ള ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് വിളിക്കുക. അവൻ എന്തുമാത്രം മാനസിക സമ്മർദ്ദം, എത്ര വിഷമം അവൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കൊലപാതകമാണോ, അവൻ സ്വയം വിഷമം സഹിക്കാൻ വയ്യാതെ എടുത്ത് ചാടിയതാണോ ഒന്നും നമുക്കറിയത്തില്ല. എന്ത് തന്നെയായാലും ഇതൊരു ആത്മഹത്യ ആണെങ്കിൽ തന്നെയും അതിന്റെ ഉത്തരവാദി ആ സാറാണ്.
അവർക്കുള്ള ശിക്ഷ എന്തായാലും കിട്ടിയിരിക്കണം. എന്തായാലും ആ കുട്ടി ഇപ്പോൾ ജീവനോടെ ഇല്ല എങ്കിലും ആ കുട്ടിക്ക് നീതി ലഭിക്കണമെങ്കിൽ കുറ്റം ചെയ്തവർ എന്തായാലും ശിക്ഷിക്കപ്പെടണം. എന്തായാലും എത്രയും വേഗം അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന്, ആ മോൻ്റെ കുടുംബത്തിന് സർവ്വശക്തിയും കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.